മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളിലും നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഇന്ന് പെയ്തിറങ്ങട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് എല്ലാ ക്രമരാഹിത്യങ്ങളിലേക്കും വേദനകളിലേക്കും പെയ്തിറങ്ങിയതിന്റെ ഓർമ്മ തിരുനാള് നമ്മൾ ഇന്ന് കൊണ്ടാടുകയാണ്, പെന്തക്കോസ്താ തിരുനാള്. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാര് ഭയത്തോടുകൂടെ സെഹിയോൻ മാളികയില് അടച്ച് ഇരുന്നപ്പോൾ അവരുടെ ജീവിതത്തിന്റെ വേദനകളിലേക്ക്, അവരുടെ ജീവിതത്തിന്റെ ഭയത്തിന്റെ അവസ്ഥകളിലേക്ക്, അവരുടെ ജീവിതത്തിന്റെ ക്രമരാഹിത്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക. ഇനി എന്ത് ചെയ്യണമെന്നറിയാതിരുന്ന ശിഷ്യന്മാരാണ്. ഈ ശിഷ്യന്മാരെ കൂട്ടി പരിശുദ്ധ അമ്മ ഈ സെഹിയോൻ മാളികയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളില് ദൈവത്തിന്റെ ആത്മാവ് അവരിലേക്ക് ഇറങ്ങി വരികയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവരുടെ ജീവിതത്തിന് വലിയൊരു മാറ്റത്തിന് ആത്മാവിന്റെ അഭിഷേകം കാരണമായി തീരുകയാണ്. പരിശുദ്ധാത്മാവ് അവരിൽ നിറഞ്ഞപ്പോൾ അവർ ധൈര്യവാന്മാരായി. പിന്നെ അവരുടെ ജീവിതത്തിന് വലിയ മാറ്റം സംഭവിക്കുക. പ്രിയപ്പെട്ടവരെ, അതുവരെ എന്ത് ചെയ്യണമെന്നറിയാതിരുന്ന അവരുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം ഉണ്ടാകുകയാണ്. അവരുടെ ജീവിതം അതുവരെ പ്രസംഗിക്കാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ മറ്റുള്ളവര് അവരുടെ പ്രസംഗങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നില്ല. എന്നാൽ ആത്മാവിന്റെ അഭിഷേകത്തെ സ്വീകരിച്ചവരെ കടന്നു ചെല്ലുമ്പോൾ ഇവര് ആരെ ഭയപ്പെട്ടോ അവരുടെ മുൻപിലേക്ക് ധൈര്യത്തോടുകൂടെ കടന്നു ചെല്ലുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ചില അവസ്ഥകളുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ക്രമങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ, നമ്മളൊക്കെ ഭയത്തിലായിരിക്കുന്ന ഒരവസ്ഥ, നമ്മൾ ഓരോരുത്തരും വേദനയിലും കണ്ണുനീരിലുമായിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ ക്രമം നഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ വേദനകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും കണ്ണുനീരനുഭവങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കില് നമ്മുടെ ജീവിതത്തിന്റെ കണ്ണുനീരിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ, നമ്മുടെ ജീവിതത്തിന് ഒരു ക്രമം നൽകുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ദൈവാത്മാവിനെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. ഈ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. നമ്മുടെ വേദനകളിലും നമ്മുടെ കണ്ണുനീരിലും നമുക്ക് ആശ്വാസമായിരിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേല് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സംപ്രീതിക്ക് അവർ പാത്രീഭൂതരായി തീരുന്നത് നമ്മൾ കാണുകയാണ്. പിന്നെ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്നതെല്ലാം വിജയിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിറയുമ്പോൾ ഈ അവസ്ഥ, ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയം ലഭിക്കും. ഇവര് ഈശോയുടെ കൂടെ ആയിരുന്നപ്പോൾ, വചനപ്രഘോഷണത്തിന് പോയപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പിശാച് പുറത്താക്കപ്പെടുന്നില്ല. ഈശോയുടെ അരികിലേക്ക് എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവർ ഓടി വരുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മാവിന്റെ അഭിഷേകത്തെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയം ലഭിക്കുക. ദൈവം സംപ്രീതനാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ദൈവം സംപ്രീതനാകണമെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയം ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ ഉണ്ടാവണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും പരാജയങ്ങൾ ഉണ്ടാകുന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥകള്, വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായ അവസ്ഥയിൽ പോലും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ്? ആത്മാവിന്റെ അഭിഷേകം നമ്മളിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ആത്മാവിന്റെ അഭിഷേകം നമ്മളിൽ ഉണ്ടായാൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയം ലഭിക്കും. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് കൂടെ പുതിയൊരു ഉന്മേഷത്തിന് കാരണമായി തീരുന്നുവെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. പരിശുദ്ധ അമ്മ ആത്മാവിന്റെ അഭിഷേകത്തോടുകൂടെ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ എലിസബത്തിന്റെ ഭവനത്തില് പുതിയൊരു സന്തോഷം ലഭിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷത്തിന് കാരണമായി തീരണമെങ്കിൽ
മറ്റുള്ളവർക്ക് ഒരു പുതുജീവന കാരണമായി തീരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ കുടുംബത്തില് ആത്മാവിന്റെ അഭിഷേകം ഉണ്ട് എങ്കിൽ അവിടെ ഒരു മാറ്റം ഉണ്ടാകും. നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഈ മാറ്റം ഉണ്ടാകുന്നത് ആത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ ഓരോരുത്തരും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് ദൈവാത്മാവിനെ കൊണ്ട് നിറഞ്ഞവരായിട്ട് ഓരോ നിമിഷവും ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവീക ശക്തി നിറഞ്ഞവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഈ പെന്തക്കോസ്താ തിരുനാളിൽ പ്രാർത്ഥിക്കാം. ഈ പെന്തക്കോസ്താ തിരുനാൾ നമ്മോട് പറയുന്നത് ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. കാരണം നമ്മളെ സഹായിക്കാൻ സ്വർഗം ആത്മാവിനെ നൽകിയിട്ടുണ്ട്. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുന്നതിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ അധ്വാനങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിത പങ്കാളിയെയും മക്കളെയും നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് നിറയട്ടെ. കരങ്ങളെ യാചനയോടെ പിടിച്ച് ശക്തിയോടെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ. അങ്ങയുടെ ആത്മാവിനാൽ ഇവർ ഓരോരുത്തരും നിറയട്ടെ. കർത്താവെ, ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ആത്മാവിന്റെ ശക്തിയാൽ നിറച്ചനുഗ്രഹിക്കണമേ. ഇവരുടെ അധ്വാന മേഖലകളിൽ ആത്മാവിന്റെ ശക്തി നിറയട്ടെ. വേദനകളിൽ ആത്മാവിന്റെ ശക്തി നിറയട്ടെ. കുറവുകളിൽ ആത്മാവിന്റെ ശക്തി നിറയട്ടെ. ഈശോയെ, ഇവർ പോകുന്ന വഴികളിൽ ആത്മാവ് ഇവരെ നയിക്കട്ടെ. ആത്മാവ് ഇവരെ സംരക്ഷിക്കട്ടെ. ഇവരുടെ കുടുംബത്തിലുള്ള അസ്വസ്ഥതകളെല്ലാം ആത്മാവിന്റെ ശക്തിയാൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ, ഇവരെ അഭിഷേകം ചെയ്യണമേ. ഇവരുടെ കുടുംബത്തെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.